നൂറിന് ഇൻഫോടെക്കിന്റെ വിൻഡോസ് 11 ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വിൻഡോസ് 11ന്റെ ഇന്റർഫേസിനെ കുറിച്ചാണ്. അതായത് ഒരു വിൻഡോസ് 11 ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണുന്ന ഡെസ്ക്ടോപ്പ് എന്താണ്, ആ ഡെസ്ക്ടോപ്പിൽ വരുന്ന ഐക്കൺസ്, ടാസ്ക് ബാർ ഇവയൊക്കെ എന്താണ്, ഇതിന്റെയൊക്കെ പർപ്പസ് എന്താണ് എന്നതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വിൻഡോസ് 11നെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ് നമുക്ക് ആദ്യം പഠിക്കാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്, അതായത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണ്. ഇത് യൂസ് ചെയ്തിട്ടാണ് ഒരു കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സിംഗ് പവർ, സ്റ്റോറേജ്, മെമ്മറി ഒക്കെ മാനേജ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ് കൺട്രോൾ ചെയ്യുന്നതും നെറ്റ്വർക്ക് കണക്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതും ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ്. അപ്പോൾ ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കീബോർഡ്, മൗസ്, മൈക്രോഫോൺ, വെബ് ക്യാം എന്നിവയൊക്കെയാണ്. ഔട്ട്പുട്ട് ഡിവൈസസിൽ വരുന്നത് പ്രിന്റർ, അതുപോലെ തന്നെ സ്പീക്കർ, നമ്മുടെ മോണിറ്റർ ഇവയൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസസ്. ഇനി ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതിൽ ചിലതാണ് മാക് OS, ലിനക്സ്, വിൻഡോസ് ഒക്കെ. അതിൽ വിൻഡോസ് 11നെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ട്യൂട്ടോറിയലിൽ പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് വിൻഡോസിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാം. വിൻഡോസ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് കമ്പനി ഡെവലപ്പ് ചെയ്ത ഒരു സീരീസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അപ്പോൾ വിൻഡോസിന്റെ ഓരോ വേർഷനകത്തും ഒരു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഉണ്ടാവും. ഇതിനകത്തൊരു ഡെസ്ക്ടോപ്പ് കാണും. ആ ഒരു ഡെസ്ക്ടോപ്പ് വഴിയാണ് വിൻഡോസിലുള്ള ഫയൽസും ഫോൾഡേഴ്സും ഒക്കെ യൂസേഴ്സിന് വ്യൂ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളൊരു വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുകയോ അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് ഒരു വെൽക്കം സ്ക്രീനാണ് നമുക്ക് ആദ്യം കാണാൻ കഴിയുക. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും നമ്മുടെ വെൽക്കം സ്ക്രീന്. ഇതിനകത്ത് ഡേറ്റും ടൈമും ആണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് ലോഗിൻ സ്ക്രീനകത്താണ്. ലോഗിൻ സ്ക്രീനകത്ത് നമ്മുടെ യൂസേഴ്സിന്റെ നെയിമിന്റെ ഒരു ലിസ്റ്റ് കാണാൻ കഴിയും. അതിൽ ഏത് യൂസറാണോ ലോഗിൻ ചെയ്യുന്നത് ആ യൂസറിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ആ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്തോട്ടുള്ള ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ നെക്സ്റ്റ് സ്ക്രീനിലോട്ടാണ് പോകുന്നത്. ഷെയറിംഗ് ഈസ് കെയറിംഗ്. നൂറിൻ ഇൻഫോടെക്കിന്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇപ്പോൾ ലോഗിൻ സ്ക്രീനിൽ നിന്നും നമ്മൾ നേരെ വരുന്നത് ഇതുപോലത്തെ ഒരു സ്ക്രീനിലോട്ടാണ്. ഈ ഒരു സ്ക്രീനിനാണ് നമ്മൾ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെസ്ക്ടോപ്പിന്റെ ഇന്റർഫേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് കുറച്ച് ഐക്കൺസ് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഒരു ടാസ്ക് ബാർ കാണാൻ കഴിയും. പിന്നെ കാണാൻ കഴിയുന്നത് ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. വിൻഡോസ് 11ന്റെ ബാക്ക്ഗ്രൗണ്ട് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പിക്ചറിലുള്ള സ്ക്രീന് പോലെ ഇരിക്കും. ഇനി ഐക്കൺസ് എന്താണെന്ന് പഠിക്കാം. ഐക്കൺസ് എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിലുള്ള ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഫയൽസിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ഐക്കൺ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഐക്കൺ ക്രിയേറ്റ് ചെയ്യുന്ന വേണ്ടിയിട്ട് ഡെസ്ക്ടോപ്പിൻ്റെ എവിടെയെങ്കിലും ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് ന്യൂ പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനകത്ത് ഷോർട്ട് കട്ട് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഏതിൻ്റെ ഷോർട്ട് കട്ടോ അല്ലെങ്കിൽ ഐക്കൺ ആണോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ലൊക്കേഷൻ അറിയുമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ബ്രൗസ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ബ്രൗസ് ചെയ്തിട്ട് നമുക്ക് ഏത് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഫയലാണോ വേണ്ടത് അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ദിസ് PCയിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഗൂഗിൾ ഡ്രൈവറിൻ്റെ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് ഏതെങ്കിലും അതർ കമ്പ്യൂട്ടറിനോ ഏതെങ്കിലും മൈ ഡ്രൈവ് ഏതെങ്കിലും സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഒരു ഏതെങ്കിലും ഫോൾഡർ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏതാണോ വേണ്ടത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ഫയലിൻ്റെ ലൊക്കേഷനാണ് ഇവിടെ ഡീഫോൾട്ട് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഇതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് പേര് എന്തെങ്കിലും മാറ്റണമെങ്കിൽ മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ടെസ്റ്റ് എന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫിനിഷ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഫയലിൻ്റെ ഒരു ഷോർട്ട് കട്ട്, അതായത് ഒരു ഐക്കണിൻ്റെ രൂപത്തിൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഇനി ഈ ഒരു ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഫയൽ നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതൊരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് കട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു പ്രസൻറ്റേഷനാണ് ഇവിടെ ഓപ്പൺ ചെയ്ത് വന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടാസ്ക് ബാറിനെ കുറിച്ചിട്ടാണ്. ടാസ്ക് ബാർ പറയുന്നത് ഡെസ്ക്ടോപ്പിൻ്റെ ബോട്ടത്തിൽ കിടക്കുന്നതാണ്. അതായത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ളതാണ് നമ്മൾ ടാസ്ക് ബാർ എന്ന് പറയുന്നത്. അപ്പോൾ ടാസ്ക് ബാറിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നതാണ് സ്റ്റാർട്ട് മെനു. ഇപ്പോൾ സ്റ്റാർട്ട് മെനു ഉണ്ട്, അതുപോലെ സെർച്ച് ബോക്സ് ഉണ്ട്, പിന്നെ നമ്മൾ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്, അവരൊരു നോട്ടിഫിക്കേഷൻ ഏരിയയും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം. അപ്പോൾ അതിൽ ആദ്യം സ്റ്റാർട്ട് മെനു നോക്കാം. അപ്പോൾ സ്റ്റാർട്ട് മെനുവിനകത്താണ് നമ്മൾ എല്ലാ കമ്പ്യൂട്ടറിലുള്ള എല്ലാ പ്രോഗ്രാംസും ഓപ്പൺ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് പിൻഡ് സെക്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷന് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്.
പിന്നെ വരുന്നത് റെക്കമെൻഡഡ് ആണ്. നമ്മൾ മുമ്പ് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഫയൽസ് ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിൽ ഓൾ ആപ്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കമ്പ്യൂട്ടറിലുള്ള എല്ലാ ആപ്ലിക്കേഷൻ്റെ ലിസ്റ്റും ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരുന്നതായിരിക്കും. അത് A to Z ഇതിനകത്ത് എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് ലിസ്റ്റ് ചെയ്ത് വരും. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യണമെങ്കിൽ ഈ സെർച്ചിൽ പോയിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ കാൽക്കുലേറ്റർ വേണമെങ്കിൽ കാൽക്കുലേറ്റർ എന്ന് നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കാൽക്കുലേറ്റർ എന്ന് പറയുമ്പോഴത്തേനും അവിടെ സെർച്ചിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാർട്ട് മെനുവിൽ വരുന്നത്. ഇനി ഇതുപോലെ സ്റ്റാർട്ട് മെനുവിനകത്ത് ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ പിൻ ചെയ്ത് വെക്കാൻ നോക്കാം. അപ്പോൾ ഇതിൽ പിൻ ചെയ്ത ആപ്ലിക്കേഷൻസ് ഇത്രയും ഉണ്ട്. അതുപോലെ ഒരു ആരോ ഉണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആപ്ലിക്കേഷനും നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഞാൻ ഒരു ആപ്ലിക്കേഷനകത്ത് പിൻ ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പോൾ ഓൾ ആപ്സ് സെലക്ട് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആക്സസ് സെലക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പിൻ ടു സ്റ്റാർട്ട് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇത് നമ്മൾ ബാക്ക് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ആക്സസ് പറയുന്നത് പിൻഡ് സെക്ഷനിൽ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റാർട്ട് മെനുവിനകത്ത് ഒരു ആപ്ലിക്കേഷൻ പിൻ ചെയ്ത് വെക്കുന്നത്. ഇനി സപ്പോസ് നമ്മൾ ഈ പിൻ ചെയ്ത ആപ്ലിക്കേഷൻ നമുക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ അതിൽ വീണ്ടും ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അൺപിൻ ഫ്രം സ്റ്റാർട്ട് കൊടുത്താൽ മതി. അത് അവിടെ നിന്ന് റിമൂവ് ആയിട്ട് പോയിണ്ടാവും. സ്റ്റാർട്ട് മെനുവിൽ വരുന്ന മറ്റൊരു ഓപ്ഷനാണ് പവർ പറഞ്ഞൊരു ഓപ്ഷൻ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഓപ്ഷൻസിൻ്റെ അകത്ത് കാണാൻ കഴിയും. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത് ഷട്ട് ഡൗൺ ആണ്. ഷട്ട് ഡൗൺ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ PC ഓഫ് ചെയ്യും. അതാണ് ഷട്ട് ഡൗണിൻ്റെ പർപ്പസ്. പിന്നെ വരുന്നത് റീസ്റ്റാർട്ടാണ്. റീസ്റ്റാർട്ടിൻ്റെ പർപ്പസ് ഇത് തന്നെയാണ്. നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും ക്ലോസ് ചെയ്തിട്ട് സിസ്റ്റത്തിന് ടേൺ ഓഫ് ചെയ്തിട്ട് അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനാണ് റീസ്റ്റാർട്ട് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫോണിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഫോണിൽ റീസ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫോണിൽ ഒന്ന് ക്ലോസ് ചെയ്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് വരുന്നില്ലേ, അതേ മെത്തേഡ് തന്നെയാണ് ഇതിനകത്തും യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് സ്ലീപ്പ് ഓപ്ഷനാണ്. സ്ലീപ്പ് ഓപ്ഷൻ പറഞ്ഞാൽ നമ്മൾ ഈ സ്ലീപ്പ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഓപ്പൺ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ അതേപോലെ ഉണ്ടാവും. എന്നിട്ട് സിസ്റ്റം ഓഫ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ എപ്പോഴാണോ അത് ഓപ്പൺ ചെയ്യുന്നത് അത് നമ്മുടെ കീബോർഡിൽ ജസ്റ്റ് എൻ്ററോ ഏതെങ്കിലും മൗസ് ഒന്ന് മൂവ് ചെയ്യുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ അത് ഓഫ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ അത് ഓൺ ആയിട്ട് വരും. അപ്പോൾ സ്ലീപ്പിൻ്റെ പർപ്പസ് അതാണ്. ഇനി ഷട്ട് ഡൗണിന് ഒരു ഷോർട്ട് കട്ട് കീ ഉണ്ട്. Alt+F4 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഷട്ട് ഡൗണിലോട്ടായിരിക്കും പോകുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് സെർച്ച് ബോക്സ്. സെർച്ച് ബോക്സ് നമ്മൾ സ്റ്റാർട്ട് മെനുവിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏത് ആപ്ലിക്കേഷനാണോ വേണ്ടത് അത് ഇതിനകത്ത് സെർച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ക്യാമറ സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്യാമറ എന്ന് ഇവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ സെർച്ച് ലിസ്റ്റിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ആ ക്യാമറ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവുന്നതാണ്. ഇനി സപ്പോസ് നമുക്ക് കാൽക്കുലേറ്റർ ആണ് വേണമെങ്കിൽ കാൽക്കുലേറ്റർ എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഫുൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ നമുക്ക് ലിസ്റ്റിൽ ആ പേര് വരും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കാൽക്കുലേറ്റർ ഇവിടെ ഓപ്പൺ ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും നമുക്ക് അതിൻ്റെ ലൊക്കേഷൻ അറിയില്ലെങ്കിൽ ഇവിടെ ഒന്ന് സെർച്ചിൽ കൊടുത്തിട്ട് എടുക്കാവുന്നതാണ്. അതാണ് ഈ സെർച്ച് ബോക്സിൻ്റെ പർപ്പസ് വരുന്നത്. ഇതുപോലുള്ള മറ്റു ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ നൂർനി ഇൻഫോടെക്കിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നെക്സ്റ്റ് വരുന്നത് പിൻഡ് സെക്ഷനാണ്. പിൻഡ് സെക്ഷൻ പറഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ടാസ്ക് ബാറിൽ പിൻ ചെയ്ത് വെക്കും. അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസാണ് നമുക്കിവിടെ കാണുന്നത്. അതുകൂടാതെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻസും ഇതിനകത്ത് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ടാസ്ക് ബാറിനകത്ത് ഒരു ആപ്ലിക്കേഷൻ പിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഏത് ആപ്ലിക്കേഷനാണോ പിൻ ചെയ്യേണ്ടത് അത് ആദ്യം പോയി സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് മെനുവിൽ പോയിട്ട് ഇപ്പോൾ സപ്പോസ് കാൽക്കുലേറ്റർ ആണോ വേണ്ടെങ്കിൽ കാൽക്കുലേറ്ററിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പിൻ ടു ടാസ്ക് ബാറിന് കൊടുത്താൽ മതി. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ടാസ്ക് ബാറിൽ പിൻ ചെയ്ത് വന്നിട്ടുണ്ടാവും. ഇനി സപ്പോസ് നമുക്ക് ഈ ടാസ്ക് ബാറിൽ കാൽക്കുലേറ്റർ പറഞ്ഞ ആപ്ലിക്കേഷൻ വേണ്ട, അത് റിമൂവ് ചെയ്യണമെങ്കിൽ വീണ്ടും അതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അൺപിൻ ഫ്രം ടാസ്ക് ബാർ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ അത് അവിടെ നിന്ന് റിമൂവ് ആയി പോകുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ആപ്ലിക്കേഷൻ ടാസ്ക് ബാറിനകത്ത് പിൻ ചെയ്യുകയും അതുപോലെ അൺപിൻ ചെയ്യാനും പറ്റും. അപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻസ് നമ്മളിവിടെ പിൻ ചെയ്ത് വെക്കുന്നത്. ടാസ്ക് ബാറിൽ വരുന്ന മറ്റൊരു സെക്ഷനാണ് നോട്ടിഫിക്കേഷൻ ഏരിയ. അത് ടാസ്ക് ബാറിൻ്റെ റൈറ്റ് സൈഡിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനകത്ത് നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ, വോളിയം ലെവലിനെയൊക്കെ കുറിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ആണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാം. ഇത് കൂടാതെ വേറെ ഓപ്ഷൻസ് കാണണമെങ്കിൽ ഈ ഒരു ആരോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് കാണാം. അപ്പോൾ അത് വേണ്ടത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. വിൻഡോസ് 11-നകത്ത് ഡീഫോൾട്ട് ആയിട്ടുള്ള കുറേ ആപ്ലിക്കേഷൻസ് നമുക്ക് കാണാൻ കഴിയും. ഒരു ആപ്ലിക്കേഷൻ അപ്പോൾ എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് മെനുവിനകത്ത് പോവാം.
ഇതിനകത്ത് പിൻഡ് സെക്ഷനിലുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഓൾ ആപ്സിൽ പോയിട്ടും നമുക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷൻ വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ പിൻഡ് ആപ്ലിക്കേഷനിലുള്ള എഡ്ജാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരെ എഡ്ജിൻ്റെ വിൻഡോസാണ് ഓപ്പൺ ചെയ്ത് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷൻ ഒരു വിൻഡോസ് ആയിട്ടായിരിക്കും ഓപ്പൺ ചെയ്ത് വരിക. ഇപ്പോൾ വിൻഡോസിൽ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടാബ്സിനകത്ത് കാണാൻ കഴിയും. ഇപ്പോൾ എത്ര ടാബ് വേണമെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ അപ്പർ റൈറ്റ് കോർണറിൽ കുറച്ച് ബട്ടൺസ് നമുക്ക് കാണാൻ കഴിയും. അതിൽ ഫസ്റ്റ് ബട്ടണാണ് മിനിമൈസ് ബട്ടൺ. അതായത് നമ്മുടെ ഈ ഒരു വിൻഡോസ് മിനിമൈസ് ചെയ്തിടാനാണ്, അത് ക്ലോസ് ചെയ്യാതെ ജസ്റ്റ് മിനിമൈസ് ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിൻഡോസ് എഡ്ജിൻ്റെ വിൻഡോസ് ഇവിടെ മിനിമൈസ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. അതുകൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ഓപ്പൺ ആയിട്ട് വരും. പിന്നെ വരുന്നത് നമ്മുടെ റീസ്റ്റോർ ബട്ടനാണ്. ഇപ്പോൾ റീസ്റ്റോർ പറഞ്ഞാൽ ഇതിൻ്റെ പഴയ ഒരു സൈസിലോട്ട് റീസ്റ്റോർ ആവാനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് 2 സ്ക്വയർ ഇതിനകത്ത് കാണാൻ കഴിയും. ഇതാണ് റീസ്റ്റോറിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പഴയ ഒരു സൈസിലോട്ടാണ് റീസ്റ്റോർ ആവുന്നത്. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ആ റീസ്റ്റോർ ബട്ടൻ്റെ പേര് മാറി അത് മാക്സിമൈസ് ബട്ടൺ ആവും. അതായത് ഇപ്പോൾ നമ്മൾ റീസ്റ്റോറിലാണ് നിൽക്കുന്നത്, പിന്നെ നമ്മൾ അതെന്താവും മാക്സിമൈസ് അതിലോട്ട് അത് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീന് മാക്സിമൈസ് ആയിട്ട് നിൽക്കുന്നതായിരിക്കും, അതായത് ഫുൾ സ്ക്രീനായിട്ട് അത് വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഈ 2 ഓപ്ഷൻസ് വരുന്നത്. പിന്നെ വരുന്നത് ക്ലോസ് ഓപ്ഷനാണ്. ക്ലോസ് ഓപ്ഷൻ പറഞ്ഞാൽ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിൻഡോ ക്ലോസ് ആവുന്നതായിരിക്കും. ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ വിൻഡോ ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ആദ്യം ഇപ്പോൾ ഓപ്പൺ ചെയ്ത പോലെ തന്നെ ഓപ്പൺ ചെയ്യണം. ഇനി ഞാനിവിടെ ടാസ്ക് ബാറിനകത്ത് ആ ഒരു എഡ്ജ് ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാലും ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വരാവുന്നതാണ്. അതായത് നമുക്ക് സ്റ്റാർട്ട് മെനുവിൽ പോയിട്ട് ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് ഫ്രീക്വൻ്റായി യൂസ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നും നമുക്ക് ക്ലിക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്കിൽസ് കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ന് തന്നെ എൻറോൾ ചെയ്യൂ. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു സമ്മറി പേജാണ് ഈ കാണുന്നത്. ഇതിനകത്ത് നമ്മൾ ആദ്യം പഠിച്ചത് നമ്മുടെ കമ്പ്യൂട്ടർ റിസോഴ്സസിനെയൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. പിന്നെ നമ്മൾ പഠിച്ചത് മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയ വിൻഡോസിനെ കുറിച്ചിട്ടാണ്. പിന്നെ നമ്മൾ ഡെസ്ക്ടോപ്പിനെ കുറിച്ച് പഠിച്ചു. ഡെസ്ക്ടോപ്പിൽ വരുന്ന ഡിഫറെൻറ്റ് സെക്ഷനായ ഐക്കൺസ്, ടാസ്ക് ബാറിനെ കുറിച്ച് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് ടാസ്ക് ബാറിൽ വരുന്ന ഡിഫറെൻറ്റ് മെനൂസ് അല്ലെങ്കിൽ ഓപ്ഷൻസ് ആണ്. അതിനകത്ത് ആദ്യം വരുന്നതാണ് സ്റ്റാർട്ട് മെനു, പിന്നെ വരുന്നത് സെർച്ച് ബോക്സ്, പിന്നെ പിൻഡ് സെക്ഷനെ കുറിച്ച് പഠിച്ചു. പിന്നെ പഠിച്ചത് നോട്ടിഫിക്കേഷൻ ഏരിയനെ കുറിച്ചാണ്. അതുപോലെ തന്നെ നമ്മൾ ടാസ്ക് ബാറിനകത്തും അതുപോലെ സ്റ്റാർട്ട് മെനുവിനകത്തും എങ്ങനെ ഒരു ആപ്ലിക്കേഷൻ പിൻ ചെയ്യുക അതുപോലെ അൺപിൻ ചെയ്യുക പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് വിൻഡോസിൽ വരുന്ന ഡീഫോൾട്ട് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ എങ്ങനെ ഓപ്പൺ ചെയ്യാം, അതെങ്ങനെ പുതിയൊരു വിൻഡോയിൽ ഓപ്പൺ ആയി വരുന്നു, ആ വിൻഡോയിൽ വരുന്ന ഡിഫറെൻറ്റ് പാർട്സ് ഏതൊക്കെയാണ്, അതായത് മിനിമൈസർ, മാക്സിമൈസർ, റീസ്റ്റോർ, ക്ലോസ്, ഇതിൻ്റെയൊക്കെ പർപ്പസ് എന്താണെന്നാണ് പഠിച്ചത്. നോൺ ഇൻഫോടെക്കിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.